ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്നൊരു പാഠം പഠിക്കാൻ പോവാം. ഏത് പാഠാ? മെഡീവൽ വേൾഡിലെ മധ്യകാല ലോകം. പക്ഷെ പാഠത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ലൈഡ്സ് ഒക്കെ വെച്ച് കാര്യങ്ങളൊന്നല്ല പഠിക്കുന്നത്. വെറും രണ്ട് സ്ലൈഡ് വെച്ച് എൻറ്റയർ ചാപ്റ്റർ മിസ് പഠിപ്പിച്ചതാ. എങ്ങനെയാണല്ലേ നോക്കിക്കേ. മെഡീവൽ വേൾഡ് ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്ക് സൈഡിൽ, ആ ഒരു ചാപ്റ്ററിന്റെ എൻഡില് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇങ്ങനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ചാപ്റ്ററിൽ ചാർട്ട് ഉണ്ടോ അതൊക്കെ എന്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഓൾറെഡി ചാർട്ട് ഉള്ളതുകൊണ്ട് അത് വെച്ച് നമുക്ക് പഠിക്കാം. അല്ലാത്ത ചാപ്റ്റേഴ്സിലാണെങ്കിൽ എന്റെ മക്കൾ അങ്ങനെ ചാർട്ട് ഉണ്ടാക്കി പഠിക്കണം. ഫ്ലോ ചാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, മിഡീവൽ വേൾഡ്, മധ്യകാല ലോകം അല്ലെ, മധ്യകാല ലോകമാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ആരൊക്കെയാണ്? മധ്യകാല യൂറോപ്പ്, മധ്യകാല ചൈന ആൻഡ് അറബികൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. മിഡീവൽ യൂറോപ്പ്, മിഡീവൽ ചൈന ആൻഡ് ദ അറബ്സു. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സെക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ സെക്ഷന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് പഠിച്ചു പോവാം. നമുക്ക് ആദ്യം മിഡീവൽ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്യൂഡലിസം ആണ് നോക്കുന്നത്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ ഫ്യൂഡലിസം? അതായത് ആ ഒരു ഫ്യൂഡലിസം എന്നുള്ള വാക്ക് വന്നത് ഫ്യൂഡ് എന്ന ടേമിൽ നിന്ന്. ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ഓഫ് ലാൻഡ്. ഇവിടെ എന്താണ്? ഓരോ ലാൻഡും എന്താണ്? പീസ് ആയിട്ട് എന്താ കൊടുക്കാണ്. കിങ് അവരെ ലാൻഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് കൊടുക്കുന്നു, ലോഡ്സിന് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് വേറെ ലോഡ്സ് അവരെ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ ലാൻഡ് എന്ത് ചെയ്യുന്നു? പീസായിട്ട് കൊടുക്കുന്നു. സോ അതിന് അവർക്ക് എന്ത് ലഭിക്കുന്നു? സൈനിക സഹായം ലഭിക്കുന്നു, മിലിറ്ററി ഹെൽപ്പ് അവർക്ക് എന്തായും ലഭിക്കുന്നു. അപ്പം ഈ ഒരു ഫ്യൂഡലിസം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? ഫ്യൂഡലിസം വളർന്നു വന്നത് കൊണ്ടാണ് നമുക്ക് എന്താ നഗരങ്ങൾ, ടൗൺസ്, സിറ്റീസ് ഒക്കെ എന്തായത്? ഒരുപാട് കൂടി. പ്രധാന നഗരങ്ങളൊക്കെ എന്ത് ചെയ്തു? ഈ നഗരങ്ങളുടെ വളർന്ന് പ്രധാന നഗരങ്ങളൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് നമുക്ക് എന്ത് ഫോം ചെയ്തു? ഗിൽഡുകൾ ഫോം ചെയ്തു. എന്താണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്? ഈ ട്രേഡും കൊമേഴ്സും വാണിജ്യം വ്യാപാരമൊക്കെ ചെയ്യുന്ന ആളുകൾ അവരൊരു അസോസിയേഷൻ ഫോം ചെയ്താണ്. സോ ആ അസോസിയേഷനിൽ അവരെ റൂൾസും റെഗുലേഷൻസും ഓരോ പ്രൊഡക്ട്സിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗിൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഗിൽഡുകളൊക്കെ എന്താ ഈ ഒരു സെക്ഷന്റെ പ്രത്യേകതയാണ്. ഈ മധ്യകാല യൂറോപ്പിൽ തന്നെ എന്തായിരുന്നു? ഒരുപാട് ആർട്ടും അതേപോലെ വിജ്ഞാനവും കലയും നോളജും ആർട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്തിരുന്നു? ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഫലമായി നമുക്ക് എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റീസ് വരാൻ തുടങ്ങി. പ്രധാനപ്പെട്ട ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, നമുക്ക് കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് വന്നു. ദെൻ നമ്മള് ആർക്കിടെക്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ, വാസ്തുവിദ്യ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ റൊമാൻസ്കും അതേപോലെ തന്നെ ഗോത്തിക് ശൈലിയൊക്കെ. ഇതൊക്കെ എപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഈ ഒരു മധ്യകാല യൂറോപ്പിൽ വന്നതായിരുന്നു. അപ്പൊ മധ്യകാല യൂറോപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മധ്യകാല ചൈനയിലേക്ക് വരുന്ന സമയത്ത്, മധ്യകാല ചൈനയിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ചടി വിദ്യ, അതേപോലെ തന്നെ വെടിമരുന്ന്, വടക്ക് നോക്കി യന്ത്രം, പഗോഡകളൊക്കെ. അച്ചടി യന്ത്രം വന്നതോടുകൂടെ, അച്ചടി യന്ത്രം, പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടെ എന്താണ്? നമ്മളെ എഡ്യൂക്കേഷൻ, അറിവിന്, നോളജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആളുകൾ അറിയാനും അവരിലേക്ക് ഇത് എത്താനും തുടങ്ങി. ഇനി ഗൺ പൗഡർ വന്നതോടുകൂടെ മിലിറ്ററി പരമായിട്ട് അവർക്ക് എന്താ ഒരുപാട് ഒരു സ്ട്രോങ്ങും കാര്യങ്ങളും ആവാൻ തുടങ്ങി. ദെൻ നമ്മളെന്താ വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെ കടൽ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്താ ദിശയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. പഗോഡകൾ എന്ന് പറയുന്നത് എത്രത്തോളം ചൈനക്കാർക്ക് ഈ ഒരു വാസ്തുവിദ്യയിൽ എത്രത്തോളം നോളജ് ഉണ്ടായിരുന്നു കാണിക്കുന്നതായിരുന്നു പഗോഡകൾ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധ ആരാധനാലയ കേന്ദ്രങ്ങളായിരുന്നു പഗോഡകൾ. അത് അവർ കൺസ്ട്രക്ട് ചെയ്ത ഒരു രീതി, ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു ഷേപ്പിലായിരുന്നു. നമ്മൾ റൂഫ്, മേൽക്കൂര വരുന്ന ഒരു വളഞ്ഞ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് എത്രത്തോളം അവർക്ക് വാസ്തുവിദ്യയെ കുറിച്ച് നോളജ് ഉണ്ടായിരുന്നു കാണിക്കുന്നതായിരുന്നു പഗോഡകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മിഡീവൽ ചൈനയെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ അറബിന്റെ അടുത്തേക്കാണ്. അറബുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് അവരെ കൂടുതൽ നമ്മളൊരു ഇതൊക്കെ കാണുന്നത്, അവരെ ഒരു നമ്മളെന്താണ്
അവരെ എഫേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ കാണാൻ സാധിക്കുന്നത് വൈദ്യശാസ്ത്രത്തിലായിരുന്നു. വൈദ്യശാസ്ത്രത്തിലെ പ്രശസ്തരായിരുന്ന ആളുകളായിരുന്നു ആരൊക്കെ? അൽറാസിയും ഇബ്ൻ സിനും പ്രശസ്തരായിരുന്ന വ്യക്തികളായിരുന്നു. ഇനി സാഹിത്യത്തിനും ഒരുപാട് കോൺട്രിബ്യൂഷൻ ആർക്ക്? അറബികൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റുബായിയാത്ത് എന്ന ഒരു ഗ്രന്ഥം രചിച്ചു ആര്? ഒമർ ഖയാം. അതേപോലെ തന്നെ ഷഹനാമ എന്നൊരു ഗ്രന്ഥം ഫിർദൌസ് രചിച്ചു. ഇതൊക്കെ എന്താണ്? അവരുടെ കോൺട്രിബ്യൂഷനാ. പിന്നെ നമ്മുടെ 1001 രാവുകൾ, ഇതൊക്കെ എന്താണ്? ആരുടെ കോൺട്രിബ്യൂഷനാ? അറബികളെ കോൺട്രിബ്യൂഷനാ. അതേപോലെ തന്നെ 0 ദശാംശ സമ്പ്രദായം, അതൊക്കെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരിലേക്ക് എത്തിക്കാൻ, ബ്രിട്ടീഷുകാർ ഇതിനെ കുറിച്ച് അറിഞ്ഞത് ആര് വഴിയാണ്? അറബികളിലൂടെയാണ്. അപ്പൊ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു ഇന്ത്യക്കാരുടെ അവർ കൊണ്ടുവന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ് 0 ദശാംശ സമ്പ്രദായമൊക്കെ. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരിലേക്കൊക്കെ എത്തിക്കാനും മറ്റുള്ളവർ അറിഞ്ഞതൊക്കെ എന്താണ്? അറബികളിലൂടെയായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 3 പില്ലേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ആരൊക്കെ? മധ്യകാല യൂറോപ്പ്, മധ്യകാല ചൈന, അറബികൾ അല്ലെ. മെഡീവൽ യൂറോപ്പ്, മെഡീവൽ ചൈന ആൻഡ് അറബ്. ഇത് പഠിച്ചു വെച്ചാൽ എൻ്റെ മക്കൾക്ക് എന്താണ്? ഈ ചാപ്റ്ററിലെ എൻറ്റയർ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിനർത്ഥം എന്താണ്? ഈ ചാപ്റ്റർ എൻറ്റയർലി പഠിച്ചു കഴിഞ്ഞു. മിസ് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുള്ളെങ്കിൽ മക്കൾ കുറച്ചേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? വേഗം പോയിട്ടൊന്ന് റിവിഷനും കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾ വറൈഡ് ആവേണ്ട. ഇന്ന് നമുക്ക് ലൈവിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് 18-ാം തീയതിയിലെ സോഷ്യൽ പരീക്ഷ ചെയ്ത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.